Dear students, what is the significance of a total fertility rate of 2.1? Options: A. It indicates a rapidly increasing population. B. It indicates a stable population. C. It indicates a declining population. D. It indicates a very low fertility rate. കഴിഞ്ഞ ദിവസം ഞാൻ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റുകൾ പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആ ഒരു ഓഡിയോ കേട്ട് മനസ്സിലാക്കിയിട്ട് ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ TFR എന്ന് മാത്രമായിരിക്കും ചോദിക്കുന്നത്. TFR എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നുള്ളതാണ്. ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഓഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് 15-നും 44-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ, അവരാണ് ഒരു ഫെർട്ടൈൽ പീരീഡിൽ നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ജനറൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് 15-നും 44-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരിലാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു വെച്ചു. ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നത് ഒരു സ്ത്രീയെ എടുക്കുക. ഒരു സ്ത്രീ ഈ 15-നും 44-നും ഇടയിൽ ഉള്ള പ്രായത്തിൽ ആവറേജ് എത്ര കുട്ടികൾക്ക് ജന്മം നൽകാനുള്ള സാധ്യതയുണ്ട്? ഒരു സ്ത്രീ ഈ 15-നും 44 വയസ്സിനിടയിൽ എത്ര കുട്ടികൾക്ക് ജന്മം നൽകാൻ സാധ്യതയുണ്ട് അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആവറേജ് എത്ര നമ്പർ ഉണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാലോചിക്കുക. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ പോവുക. അവിടുത്തെ 1000 സ്ത്രീകൾ ഏത് പ്രായത്തിലുള്ളവരായിരിക്കണം? 15-നും 44-നും ഇടയിലുള്ള 1000 സ്ത്രീകളെ എടുക്കുക. 1000 സ്ത്രീകളെ എടുത്തതിന് ശേഷം നമ്മൾ ഓരോ സ്ത്രീകൾക്കും കുട്ടികൾ ഉണ്ടായിരിക്കുന്ന പ്രായം നോട്ട് ചെയ്യുക. അതിനെ പല രീതിയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ 15 എന്ന് പറയുന്ന പ്രായത്തിലുള്ള ഒരു സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര പേർ? ആ ഒരു 1000 പേരിൽ എത്ര പേർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്? 0 ആണെന്ന് കരുതുക. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് അത് പോസിബിൾ അല്ല. അപ്പോൾ 16 വയസ്സ് ഇല്ല, 17 വയസ്സ് ഇല്ല. അപ്പം 20 വയസ്സിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഏകദേശം 150 കുട്ടികളുണ്ട്. 21 വയസ്സിലെ ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ, അല്ലെങ്കിൽ 21 വയസ്സുള്ള ആ ഒരു പ്രായത്തിൽ കുട്ടികൾ ജനിച്ചിട്ടുള്ളത് എത്രയാണെന്ന് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 200, 22 ആകുമ്പോഴത്തേക്ക് 250, അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടി പോകുമ്പോൾ 35 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും കുറഞ്ഞു വരും. 35 എന്ന് പറയുന്ന പ്രായത്തിൽ ചിലപ്പോൾ 60 ആവാം. ദെൻ 36 ആകുമ്പോഴത്തേക്ക് അത് 50 ആവാം. 37 ആകുമ്പോഴത്തേക്ക് അത് 40 ആവാം. അങ്ങനെ ഒരു 40 വയസ്സിന് മുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഈ 15-ാമത്തെ വയസ്സിൽ എങ്ങനെയാണെന്നോ കണ്ട ആ ഒരു ട്രെൻഡ് ആയിരിക്കും കാണുന്നത്. എനിവേ, ഈ 1000 പേരെ നമ്മൾ എടുത്തിരിക്കുന്നു. 15-നും 44-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അവരിൽ എത്ര കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. നമ്മൾ കണക്ക് കൂട്ടിയെടുത്തു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 2100 കുട്ടികളാണ്. 2100 കുട്ടികളാണ് ഇത്രയും പേർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 2100 കുട്ടികളാണ് ഈ 1000 പേർക്ക് ആ ഒരു ഡ്യൂറേഷനിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു വ്യക്തിക്ക് എത്ര കുട്ടികൾ ആവറേജ് ഉണ്ടായി എന്ന് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, 2100 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? 2.1 എന്ന് കിട്ടുന്നു. ഈ 2.1 എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തി 15-നും 44-നും ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തിക്ക് ജനിക്കാൻ പോകുന്ന ആവറേജ് കുട്ടികളുടെ നമ്പർ എന്ന് പറയുന്നത് 2.1 എന്നുള്ളതാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ഈ 2.1ലേക്ക് ഞാൻ എത്തിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.1ന് ഒരു പ്രാധാന്യമുണ്ട്. 2.1ൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പോപ്പുലേഷൻ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ആണ്. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു അച്ഛനും ഒരു അമ്മയും, അല്ലേ? ഒരു അച്ഛനും ഒരു അമ്മയും ഉണ്ട്. അവർക്ക് 2 കുട്ടികൾ ജനിക്കുന്നു എന്ന് കരുതുക. തീർച്ചയായിട്ടും സംഭവിക്കുന്ന കാര്യം എന്താണ്? അപ്പോൾ അവരുടെ കാലശേഷം 2 പേര് അവിടെ ഉണ്ട് എന്നുള്ള 2 കുട്ടികൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്, അല്ലേ? അപ്പോൾ അവിടെ എന്തിനെ നമ്മൾ 2.1 എന്ന് പറയുന്നത് പോപ്പുലേഷൻ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ആയിട്ട് വെക്കുന്നു? നമുക്കറിയാം, ഇനി ഇത്രയും കുട്ടികൾ 2100 കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവരൊരു മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും.
അല്ലെങ്കിൽ അവർക്ക് ഫെർട്ടിലിറ്റി ഉള്ളവരുടെ നമ്പറിൽ വ്യത്യാസം വരാം. അതുകൊണ്ട് തന്നെ ഈ 2100 ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ 2000 പേര് മാത്രമേ ആ ഒരു ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ, അടുത്തൊരു ജനറേഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 2.1 എന്ന് പറയുന്ന വാല്യൂവിനെ പോപ്പുലേഷൻ റീപ്ലേസ്മെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കിക്കോണം. 2.1 എന്ന് പറയുന്ന ആവറേജ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ എല്ലാ സ്റ്റേറ്റിലും മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 140 കോടി ജനങ്ങൾ ഉണ്ടെന്ന് കരുതുക. 136 തൊട്ട് ആ ഒരു കറക്റ്റ് ഇത് വന്നിട്ടില്ല. 140 കോടി ജനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 140 കോടി ജനങ്ങൾ തന്നെയായിരിക്കും അടുത്ത വർഷവും. ഇതേ റേഷ്യോ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത വർഷവും 140 കോടി ജനങ്ങൾ തന്നെയായിരിക്കും. ദെൻ അതിൻ്റെ അടുത്ത വർഷം നോക്കുമ്പോൾ അത് 2.1 എന്നുള്ളത് 2.2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഊഹിച്ചോണം അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഈ 140 കോടിയിൽ മുകളിലേക്ക് പോകാൻ പോകുന്നു, ഗ്രോത്ത് സംഭവിക്കാൻ പോകുന്നു. അതേസമയം നേരെ തിരിച്ച് 2.1 എന്ന് പറയുന്നത് 1.8 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റിലെ ആവറേജ് ആണ് പറയുന്നത്, 1.8 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ 140 കോടി എന്ന് പറയുന്നത് താഴോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ ഡിക്ലൈൻ ആരംഭിച്ചിരിക്കുന്നു. പിടിയിട്ടില്ലേ? ഈ സംഖ്യ വെച്ച് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. 2.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റീപ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്, കാര്യമായ വർധനവുണ്ടാകുന്നില്ല, സെയിം സംഭവം റീപ്ലേസ് ചെയ്യുന്നു, മരണപ്പെടുന്ന ആൾക്കാർക്ക് ആനുപാതികമായിട്ട് ആൾക്കാർ ജനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു സാഹചര്യം വരും. ഇത്രയും വലിയൊരു കൺസെപ്റ്റാണ് ഇതിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഇനിയും വരുന്നുണ്ട്. അതിന് മുമ്പ് ഇതൊന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാൽക്കുലേഷൻ ബേസിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അത് പല രീതിയിൽ ചോദിക്കാം. പക്ഷേ ഈ കൺസെപ്റ്റ് കൃത്യമായിട്ടും മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്.